ഇത് ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ എങ്ങനെയാണോ കന്ദർ കൈ വേലാം കവചത്തടിയെ, അതായത് ഭഗവാന്റെ കയ്യിലെ വേൽ എങ്ങനെയാണോ അത് ആ വേലിന് ഈക്വൽ ആണ് ഈ സ്തുതി എന്നാണ്. ശങ്കരാചാര്യ സ്വാമികൾക്ക് ആഭിചാര ദോഷം കാരണം വയറുവേദന വന്നപ്പോൾ അദ്ദേഹം ഗോകർണത്തിൽ നിന്നും തിരുച്ചെന്തൂര് വന്ന് ഭഗവാനെ അഭയം പ്രാപിക്കുകയും സുബ്രഹ്മണ്യ ഭുജംഗം ചൊല്ലിയപ്പോൾ അദ്ദേഹം ഭഗവാൻ പ്രസാദിച്ച ആ രോഗത്തെ മാറ്റിയെന്ന്. ഈ ശബ്ദത്തിന്റെ എനർജി നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള രഹസ്യങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം മുരുക ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ പഴനിയാണല്ലോ മുഖ്യ കേന്ദ്രമായിട്ട് പറയുന്നത്, മുഖ്യ ക്ഷേത്രമായിട്ട് പറയുന്നത്. അപ്പൊ പഴനിയിൽ ഈ നവപാഷാണങ്ങൾ കൊണ്ടുള്ള വിഗ്രഹമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ നവപാഷാണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 9 വിഷങ്ങൾ ചേർത്തിട്ട് അത് 9 വിഷങ്ങൾ കൂടി ചേരുമ്പം അത് ഔഷധമായി മാറുന്നു എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആത്മീയ പ്രഭാഷകനും അതുപോലെ തന്നെ എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ ശരൺ ശങ്കരനാരായണനാണ്. സ്വാഗതം. ശരണ്ട, ഈ പലപ്പോഴായിട്ട് നമ്മൾ പല ദേവതകളുടെ കഥകൾ, ഗുരുവായൂരപ്പൻ്റെ കഥ, ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. ഇപ്പം വ്യാസനാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കഥ പറയുന്ന ആളാണ്, ദേവിയുടെ കഥ, മഹാദേവന്റെ കഥകളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ഒരു മുരുക യുഗം ആണ് എന്ന ലെവലിലാണ് നമ്മൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി മുരുകനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഹിമാലയത്തോളം തന്നെ പോകുന്ന ഒരു വലിയ ആത്മീയ തലം ദക്ഷിണേന്ത്യയിലുണ്ട്. തിരുവണ്ണാമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതിൽ പഴനിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സിദ്ധ പാരമ്പര്യം, ഇപ്പോ എന്താണ് അഗസ്ത്യരുടെ ആ വഴി, ബോഗറു തുടങ്ങിയ ആ ഒരു സിദ്ധ പാരമ്പര്യവും സിദ്ധ വഴികളും ഒക്കെ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ആ സമയത്താണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉപാസകനായ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ച്, മുരുകനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന അങ്ങയോട് സംസാരിക്കണം എന്നെനിക്ക് തോന്നിയത്. മാത്രവുമല്ല, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അങ്ങ് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഈ സ്കന്ദഷഷ്ടി കവചത്തിന്റെ ഒരു മലയാളം പരിഭാഷ നമുക്ക് കിട്ടാനില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ അത് വളരെ അർത്ഥസംഹിത കൃത്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഇപ്പം ശരണെല്ലാം കൂടെ ചെയ്യുന്നുണ്ട്. അത് പ്രീ ബുക്കിംഗ് ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് കടന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു കാര്യം എഴുതണം എന്ന് തോന്നിയത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിന് ഇങ്ങനെ ഒരു അവസരം തന്നതിന് പാർത്ഥനോട് ഹൃദയം കൊണ്ടുള്ള ഒരു നന്ദി. ആക്ച്വലി പാർത്ഥൻ പറഞ്ഞല്ലോ, അതായത് പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തിലൂടെയൊക്കെ പരിചയമാണ്. ആക്ച്വലി പരിചയമല്ല. കാരണം യൂട്യൂബിലാണെങ്കിലും ഞാനൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്, തിരുപ്പുകൾ മുത്തുകൾ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഉണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ എൻ്റെ ഫേസോ അങ്ങനെ ഒന്നും തന്നെ റിവീൽ ചെയ്തിട്ടില്ല. വോയിസ് മാത്രമേ ഉള്ളൂ. പലർക്കും വോയിസ് ചിലർക്ക് പരിചയമാണെന്നേ ഉള്ളൂ, നേരിട്ട് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും പരിചിതമല്ല, മുഖമൊന്നും പരിചയമല്ല. പക്ഷെ കൺസെപ്റ്റുകൾ ചിലപ്പോൾ പലർക്കും കേട്ട് അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ വാക്കുകളിലൂടെ. അപ്പോൾ അതിന് അങ്ങനെ ഒരു വേദി ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുഖം കാണിക്കുന്നത്. അപ്പൊ അതിനൊരു നന്ദി. തീർച്ചയായിട്ടും. പിന്നീട് ഈ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, സ്കന്ദഷഷ്ടി കവചം ഇപ്പൊ ആക്ച്വലി നമുക്കത് മലയാളത്തിൽ അവൈലബിൾ അല്ല. ഇപ്പൊ എവിടെയാണെങ്കിലും, ഇപ്പൊ തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിലും എല്ലാ വീടുകളിലൊക്കെ ആണെങ്കിലും വൈകുന്നേരം നമുക്ക് ശൂലമംഗലം സിസ്റ്റേഴ്സിന്റെ ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ എന്ന് പറയുന്ന ആ സ്തുതി എല്ലായിടത്തും ഉണ്ടാവും. ചിലരുടെ റിംഗ് ടോൺ ആയിട്ടും റാപ്പ് സോങ്ങുകളിലൊക്കെ ചിലപ്പോൾ സ്റ്റേജ് ഷോയിൽ വരെ ഇത് റാപ്പൊക്കെ കയറ്റിയിട്ട് ചിലപ്പോൾ വരാറുണ്ട്. അതിന്റെ ഒരു വൈബ് അങ്ങനത്തെ ഒരു വൈബാണ്. അതുകൊണ്ടാണ്. പക്ഷെ ഇത് പലരും ജപിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മലയാളി ക്ഷേത്രങ്ങളിലൊക്കെ, കേരളത്തിലൊക്കെ ഷഷ്ടിയൊക്കെ എടുക്കുന്ന, ഷഷ്ടി വ്രതം എടുക്കുന്ന അമ്മമാരെല്ലാം ഇത് ചൊല്ലുന്നതൊക്കെയാണ്. പക്ഷെ ഇതിന്റെ അർത്ഥം പലർക്കും അറിയുന്നില്ല. പണ്ട് ഞാൻ ഇതുപോലെ ഇത് കണ്ടിട്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആർക്കും അറിയുന്നില്ല, എന്താണെന്ന് അറിയുന്നില്ല. അതിൽ ചില വാക്കുകൾ തമിഴുമായിട്ട് മലയാളമായിട്ട് ഒരേപോലെയുള്ള വാക്കുകളുള്ള നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഈ കവചം ആയതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ആണ്. ബോഡിയുടെ ഓരോ പാർട്ടുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. മറ്റു പലതിനെയും നമ്മളെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന. അത് കേൾക്കുമ്പോൾ ചിലത് മനസ്സിലാവും, ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഉള്ളിലുണ്ട് ഇതിന്റെ അർത്ഥം. പിന്നെ എന്തും നമ്മൾ എന്താ പറയാ, അർത്ഥത്തോടു കൂടി ചെയ്യണം എന്നുള്ളത് പണ്ടോട്ടേ ഒരു ആഗ്രഹമുള്ള. എന്ത് തന്നെയാണെങ്കിൽ നമ്മളിപ്പോ ഒരു സ്തുതി ചൊല്ലുവാണെങ്കിലും അതിന്റെ ഒരു അർത്ഥം അറിഞ്ഞ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പേഴ്സണലി ഉള്ളത് കൊണ്ടും ഇതിലേക്ക് ഒരു മനസ്സിന്റെ എവിടെയോ ഇത് കിടപ്പുണ്ട്, ഇത് അറിയണമെന്നുള്ളത്, ഇതിന്റെ അർത്ഥം കൂടുതലും അറിയണമെന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതിൽ ഈ സ്കന്ദഷഷ്ടി കവചം യഥാർത്ഥത്തിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്ന് ഞാൻ പറയുന്നത് കേവലം ഭൗതിക ബെനിഫിറ്റ്സ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ലക്ഷ്യം എന്തായാലും ഈ സ്കന്ദഷഷ്ടി കവചം നമ്മൾ ചൊല്ലുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതെന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ശരിക്കും ആ പേരിൽ തന്നെ അതുണ്ട്, സ്കന്ദഷഷ്ടി കവചം എന്നാണ്.
കവചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ, ഒരു പടച്ചട്ട. ഒരു പോരാളി എങ്ങനെയാണോ ഒരു യുദ്ധത്തിൽ പടച്ചട്ട അത്യാവശ്യം അയാൾക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധം വേണ്ട ഒരു സാധനമാണ് പടച്ചട്ട. കാരണം അല്ലെ, അയാളുടെ ആത്മരക്ഷയ്ക്ക് ഏറ്റവും വേണ്ടതായ ഒരു സാധനം. അതേപോലെയാണ് ഈ സ്കന്ദഷഷ്ടി കവചം. അപ്പൊ ഇത് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മളെപ്പോഴും കാക്കുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് ഒരു ഇന്നത്തെ ഒരു ജീവിത രീതികളിലാണെങ്കിലും പലതരം രോഗങ്ങൾ നമുക്ക് വരാറുണ്ട് അല്ലെ, നമ്മുടെ ജീവിത രീതി കൊണ്ടും ഒക്കെ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് പറയുന്നതാണ് ഈ കർമ്മഫലങ്ങൾ, മുജ്ജന്മ കർമ്മഫലം എന്നുള്ള ഒരു ടോപ്പിക് ഇവിടെ നമുക്ക് ഉൾക്കൊള്ളിച്ചേ മതിയാകൂ. കാരണം നമ്മൾ അനുഭവിക്കുന്ന എല്ലാറ്റിനും ഒരു റീസൺ ഉണ്ടെന്നാണല്ലോ, ഈ ജന്മത്തിലെ അല്ലെങ്കിൽ മുജ്ജന്മത്തിലെ. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടാണ് നമുക്കിപ്പോ ഒരു രോഗമോ എന്തെങ്കിലും ഒരു ദുരവസ്ഥയോ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കാരണത്തെ നമുക്ക് അറിയില്ല എന്താണെന്ന്. പക്ഷെ ഈ സ്കന്ദഷഷ്ടി കവചമാകുന്ന പ്രൊട്ടക്ഷൻ ഉള്ളപ്പോൾ ആ കാരണത്തെ നമ്മൾ ഈ ജപം കൊണ്ടുണ്ടാകുന്ന ഒരു പുണ്യം, ആ കാരണത്തെ ഏതാണോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണമായ കാരണത്തെ നമ്മൾ ഈ സ്കന്ദഷഷ്ടി കവചത്തെ ആശ്രയിക്കുമ്പോൾ ആ പോസിറ്റിവിറ്റി കവറപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നതും. കറക്റ്റ് ഒരിക്കലും എനർജി നമുക്ക് ഈ ന്യൂട്ടൺ ലോ പ്രകാരം നമുക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ലോസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഒരു ഇതിൽ നിന്നും ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളുടെ ഫലത്തെ ഒരിക്കലും നമുക്ക് കളയാൻ പറ്റത്തില്ല, നമ്മളെ തന്നെയാണ്. പകരം നമ്മൾ ഈ ചെയ്യുന്ന ഈ സ്കന്ദഷഷ്ടി കവചം പോലത്തെ പുണ്യപ്രവൃത്തി, അത് ജപിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ പുണ്യം ഇതിനെ കൺവേർട്ട് ചെയ്യും, ആ കർമ്മഫലങ്ങളെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജായത എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന സകല ദുരിതത്തിന്റെയും കാരണം പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അത് കൃത്യമായി ഈ ഇത്തരം ഭജനങ്ങളിലൂടെ അത് മാറ്റപ്പെടും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം ഈ പാർത്ഥൻ ചോദിച്ചതിന്റെ മുഴുവൻ ഞാൻ പറഞ്ഞില്ല. ഈ സ്കന്ദഷഷ്ടി പ്രൊട്ടക്ഷനുമാണ്. മാത്രമല്ല പ്രൊട്ടക്ഷൻ മാത്രമല്ല, അതിനകത്ത് എല്ലാവിധ ഒരാൾക്ക് വേണ്ടത് അതിനകത്ത് അതിന്റെ ഫലങ്ങൾ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ എങ്ങനെയാണോ കന്ദർ കൈ വേലാം കവചത്തടിയെ, അതായത് ഭഗവാന്റെ കയ്യിലെ വേൽ എങ്ങനെയാണോ അത് ആ വേലിന് ഈക്വൽ ആണ് ഈ സ്തുതി എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത് ദേവരായ സ്വാമികളാണ്. അപ്പൊ ഇറ്റ്സ് ഈക്വൽ ടു വേൽ എങ്ങനെയാണോ ലോകത്തിലെ സകല ശക്തികളും വേലിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് വരുവാണെങ്കിൽ ജ്ഞാനശക്തി, നമ്മളിലുള്ള ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്നതിൽ ജ്ഞാനശക്തിയെ വേലായിട്ട് റെപ്രസെന്റ് ചെയ്യും. അതല്ലാതെ അൾട്ടിമേറ്റ്ലി എല്ലാ എനർജിയും നമുക്ക് ശക്തിയിൽ പറയാം. ഈ വേലിന് ഈക്വൽ ആണ് ഈ സ്തുതി എന്നാണ് പറയുന്നത്. അപ്പൊ അത് എല്ലാ രീതിയിലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. എല്ലാത്തിനും ശക്തി വേണമല്ലോ. നമുക്കിപ്പോ കണ്ണിന് കാഴ്ച ശക്തി എന്ന് പറയും, കേൾവിക്ക് കേൾവി ശക്തി, ബുദ്ധിക്ക് ബുദ്ധിശക്തി, എന്തിനും ശക്തിയാണല്ലോ. അപ്പൊ ആ ശക്തിയെ നമുക്കിത് ഉദ്ദീപിപ്പിക്കുന്ന ഒരു വല്ലാത്ത ഒരു മാസ്മരികത ഈ സ്കന്ദഷഷ്ടി കവചത്തിലുണ്ട്. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളതൊരു നിഷ്ഠയോടുകൂടി കുറച്ച് ദിവസം അതൊന്ന് ചെയ്ത് എന്നാലേ അതിന്റെ ഒരു ഇത് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. കുറച്ച് ദിവസം ചൊല്ലി ഒന്നും ആവുന്നില്ലല്ലോ അങ്ങനെ ചിന്തിക്കും നമ്മൾ. ചിലപ്പോ പലരും അങ്ങനെയാണ്, ഒരു പരീക്ഷണമാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ്ലി അതിലേക്ക് നമ്മൾ സമർപ്പിച്ച് ചെയ്യുവാണെങ്കിൽ അതിന്റെ അത്ഭുതം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ഈ സ്തുതി ഉണ്ടായത് ഇപ്പൊ പാർത്ഥൻ ചോദിച്ചല്ലോ, ഈ മുജ്ജന്മ കർമ്മഫലങ്ങളെയൊക്കെ മാറ്റുമോ. ദേവരായ സ്വാമികൾ എന്ന് പറയുന്ന അദ്ദേഹം ശരിക്കും അദ്ദേഹം പണ്ടത്തെ ബാംഗ്ലൂർ ദേശം ഉണ്ടല്ലോ, അത് പണ്ടത്തെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തമിഴ്നാടിന്റെ ഭാഗമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. തൊണ്ടൈ മണ്ഡലം എന്നാ പറയാം. അവിടെ ഉണ്ടായിരുന്ന നല്ല അഭ്യസ്തവിദ്യനായിട്ടുള്ള ഒരു അദ്ദേഹമായിരുന്നു അദ്ദേഹം. അപ്പൊ 1800 സംതിങ് ആ ഒരു കാലഘട്ടത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം അക്കൗണ്ടന്റ് ആയിരുന്നു, സ്വന്തമായിട്ട് ചില കമ്പനിയൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ നാമം എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പൊ, ആ ഗുരുനാഥനുമായിട്ട് അദ്ദേഹത്തിന് ഇടപെടുന്ന ഒരു കണ്ടുമുട്ടുകയും അദ്ദേഹം കൂടെ നിൽക്കാനും പറ്റിയപ്പോഴാണ് മുരുകന്റെ കൂടുതൽ കവിത്വമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇദ്ദേഹം ഇറങ്ങുന്നതും അത് അദ്ദേഹത്തെ പൂർണ്ണമായി മാറ്റി ഒരു സന്യാസിയെ പോലെ യോഗിയാക്കി മാറ്റുന്നു. അപ്പൊ ഈ ഇദ്ദേഹം ദേവരായ സ്വാമികള് ഏതോ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത്, അത് ചെന്നിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് തമിഴ്നാട്ടിലെ. ഈ ചെന്നിമല എന്ന് പറഞ്ഞ ചെന്നിമല എന്നും പറയും. ഈ ചെന്നിമലയുടെ പ്രത്യേകത, അവിടെ ചൊവ്വ എന്ന് പറയുന്ന, നമ്മൾ പറയില്ലേ സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ ചൊവ്വ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട് നവഗ്രഹങ്ങളിൽ. ചൊവ്വ അങ്കാരകൻ എന്ന് പറയുന്നത് ചൊവ്വയുടെ ദോഷം മാറാനൊക്കെ ആയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളി ദേവിയൊക്കെയാണ് ആരാധിക്കുക. അപ്പൊ ഈ ചെന്നിമലയുടെ പ്രത്യേകത, അവിടെ ചൊവ്വയ്ക്ക് പ്രതിഷ്ഠ ഉണ്ടാവില്ല. സുബ്രഹ്മണ്യ സ്വാമിയാണ് അവിടെ ചൊവ്വയുടെ സ്ഥാനത്തുള്ളത്. ബാക്കി ഗ്രഹങ്ങളെല്ലാം ചുറ്റും ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ചെന്നിമല. അപ്പൊ ഈ ചെന്നിമലയിൽ തൊഴാൻ പോകുന്ന സമയത്ത്, അതോ പഴനിയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വഴിയിലായിട്ട് കാണുന്ന വികലാംഗരും അതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, ഭിക്ഷയെടുക്കുന്നവരെയും ഒക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തിന് വിഷമം തോന്നുകയാണ്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവിക്കുന്നത്?
അപ്പോഴാണ് ഉള്ളിൽ തോന്നുന്നത് ഇത് മുജ്ജന്മ കർമ്മഫലമാണ്. ഇപ്പൊ ഈ ജനിച്ചവരെല്ലാം വേറെ ഒരു നല്ല രാജ്യത്ത് ജനിച്ചിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ല. ഇപ്പൊ പാർത്ഥനാണെങ്കിലും പാർത്ഥൻ ഇവിടെ ജനിച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇംഗ്ലണ്ടിലോ ലണ്ടനിലോ ആണ് പാർത്ഥൻ ജനിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല, വേറൊരു പ്രൊഫൈലാണല്ലോ. ചിലപ്പോൾ പാർത്ഥൻ അനുഭവിക്കുന്നത് ചിലപ്പോ സുഖമാണെങ്കിൽ ദുഃഖങ്ങൾ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. സെയിം തന്നെ ഇദ്ദേഹം ആലോചിക്കുന്ന സമയത്ത് ഇവർ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടെല്ലാം ഉജ്ജന്മ കർമ്മഫലത്തിന്റെ ആണെന്ന് മനസ്സിലാക്കുകയും ഇതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ആലോചനയിൽ ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ തോന്നിപ്പിച്ചതാണ്, നീ ഈ കർമ്മഫലങ്ങളെ തീർക്കുന്ന രീതിയിലുള്ള ഒരു സ്തുതി എന്നെ പറ്റിയിട്ട് രചിക്കും, അതുവഴി അവർക്ക് നന്മയുണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹം ഈ രചനകൾ ചെയ്യുന്നത്. അത് തന്നെ സ്കന്ദഷഷ്ടി കവചം എന്ന് പറയുന്നത് ഒരു സ്തുതിയാണ്. ഇതുപോലെ 6 പടയ വീടുണ്ടല്ലോ സ്വാമിയുടെ, പ്രധാനമായിട്ടുള്ള 6 പടയ വീടുകളിലെയും തിരുച്ചെന്തൂർ, പഴനി, അങ്ങനെയുള്ള ഈ 6 പടയ വീടിനെ പറ്റിയിട്ടും അദ്ദേഹം 6 കവചങ്ങൾ രചിച്ചിട്ടുണ്ട്. 6 കവചങ്ങൾ ശരിക്കും യഥാർത്ഥത്തിലുണ്ട്. പക്ഷെ അതിൽ ഈ സ്കന്ദഷഷ്ടി കവചം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്കന്ദഷഷ്ടി കവചം പോപ്പുലർ ആയിട്ടുള്ള അത് തിരുച്ചെന്തൂരിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതാണ് ഫേമസ് ആയത്. കാരണം ഇദ്ദേഹം ഈ 6 കവചങ്ങളും രചിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു. പിന്നീട് അതങ്ങനെ കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ഉദരരോഗം വരികയും അത് മാറുന്നില്ല എന്ത് ചെയ്തിട്ടും. അപ്പോഴാണ് ശങ്കരാചാര്യർക്ക് പണ്ട് ആഭിചാര ദോഷം വന്നിട്ട്, ശങ്കരാചാര്യ സ്വാമികൾക്ക് ആഭിചാര ദോഷം കാരണം വയറുവേദന വന്നപ്പോ അദ്ദേഹം ഗോകർണത്ത് നിന്നും തിരുച്ചെന്തൂര് വന്നു. തിരുച്ചെന്തൂര് വന്ന് ഭഗവാനെ അഭയം പ്രാപിക്കുകയും സുബ്രഹ്മണ്യ ഭുജംഗം ചൊല്ലിയപ്പോ ഭഗവാൻ പ്രസാദിച്ച ആ രോഗത്തെ മാറ്റി എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭവരോഗ ഭിഷഗ്വരൻ എന്നാ പറയാ. ഭവരോഗങ്ങൾക്കുള്ള ഡോക്ടറായിട്ടാണ് തിരുച്ചെന്തൂർ ഭഗവാനെ പൊതുവെ പറയുന്നത്. അപ്പൊ ഇദ്ദേഹം തിരുച്ചെന്തൂർ പോവുകയും അവിടെ ഇരുന്നുകൊണ്ട് തിരുച്ചെന്തൂർ ഭഗവാനെ പറ്റിയിട്ടുള്ളതായ താൻ രചിച്ച ഈ നമ്മളിപ്പോ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സ്കന്ദഷഷ്ടി കവചം ജപിക്കുകയും, അത് പ്രത്യേകിച്ച് അന്ന് ഷഷ്ടി തിഥിയാണെന്നും പറയുന്നു. മെയിൻ ആയിട്ടുള്ള തുലാമാസത്തിലെ സ്കന്ദഷഷ്ടി അവിടെ വളരെ വിശേഷമാണ്. തിരുച്ചെന്തൂര് ശൂരസംഹാരം നടത്തുന്ന സ്ഥലം, ഭഗവാൻ ശരിക്കും ശൂരനെ സംഹരിച്ച സ്ഥലം അതായിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ ഇരുന്ന് ഇദ്ദേഹം ഇത് ജപിക്കുകയും ആ രോഗം മാറുകയും ചെയ്തു. അപ്പൊ ഇത് അറിഞ്ഞപ്പോ ആൾക്കാര്, എല്ലാ ഭക്തജനങ്ങളും കൂടുതലായി ഇതിലേക്ക് ഫോക്കസ്ഡ് ആയി എന്ന് മാത്രം. 6 കവചങ്ങൾ ഉണ്ടെങ്കിലും ഈ സ്കന്ദഷഷ്ടി കവചം തിരുച്ചെന്തൂർ ഭഗവാനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് ചൊല്ലിയിട്ട് പലർക്കും വീടുകളിലും മാറ്റം, ഓരോ ദുരവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടായപ്പോ എല്ലാവരും അങ്ങനെ അത് പോപ്പുലറായി, അങ്ങനെ അത് നമ്മുടെ കേരളത്തിലേക്കും എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്നത് നമ്മളിപ്പോ ഈ സ്കന്ദഷഷ്ടി കവചം ഒരു കോമൺ ആയിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റി, സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഇത് എങ്ങനെ ചൊല്ലാം? ഇതിന് ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ മന്ത്രമാണെങ്കിൽ നമ്മളിപ്പോ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു നാമജപം ആ ഒരു രീതിയിലുള്ളത് കൊണ്ട് നമുക്കിത് പ്രോപ്പർ ആയിട്ട് ചൊല്ലാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇതിനെന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ ഇതിന്? അല്ലെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് ചൊല്ലാൻ കഴിയുന്ന കാര്യമാണോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇത് ആക്ച്വലി പല ബീജമന്ത്രങ്ങൾ നമ്മൾ പറയാറുണ്ട്. ബീജമന്ത്രങ്ങൾ, ബീജശക്തിയുള്ള പല മന്ത്രങ്ങളുണ്ടല്ലോ, ഓരോ ബീജാക്ഷരങ്ങളൊക്കെ ഉള്ള മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയും. അതുപോലെ തന്നെ പലരും മൂലമന്ത്രമൊന്നും അങ്ങനെ റിവീൽ ചെയ്യാറില്ല, കാരണം അത് സീക്രറ്റ് ആണല്ലോ. അപ്പൊ ഇവിടെ അദ്ദേഹം അതുപോലെ തന്നെ ഇതൊരു സ്തുതിയായിട്ടാണ് പറയുന്നത്. ഇതിനൊരു സ്തുതിയായിട്ടാണ്. സ്തുതികളെ നമുക്ക് കുറച്ചുകൂടെ ഈസിലി അപ്രോച്ചബിൾ ആണ്, സേഫ് ലാൻഡിങ്ങും ആണ്. അതായത് ഈ മാരകമായിട്ടുള്ള ബീജമന്ത്രങ്ങളും ഇതെല്ലാം ജപിക്കുമ്പോൾ ഉണ്ടാവുമ്പോൾ നല്ല പവറും ആയിരിക്കും, പക്ഷെ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പതിക്കാം. തെറ്റ് വന്നു കഴിഞ്ഞാലോ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. അതെ. അപ്പൊ ഇത് എന്ന് പറയുന്ന സ്തുതികളാകുമ്പോൾ നമുക്ക് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി നമുക്ക് സ്തുതിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു പടി കൂടെ നമുക്കിത് സേഫ് ആണ് സ്തുതി എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിന് ദീക്ഷ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യകതയില്ല സ്തുതി ആയതുകൊണ്ട്. കാരണം അതിൽ സ്കന്ദഷഷ്ടി, അതില് ദേവരായ സ്വാമികൾ തന്നെ പറയുന്നുണ്ട് ആർക്കും ഇത് ജപിക്കാം. അത് എഴുതിയ അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്, ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ജപിക്കാം. ഭഗവാനെ ഭക്തിയോടുകൂടി ചിന്തിച്ചിട്ട് ആർക്ക് വേണമെങ്കിൽ ഇത് ജപിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ബീജമന്ത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം പലതും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഭഗവാന്റെ ചിലമ്പൂലിയെ പറ്റിയിട്ടൊക്കെ എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ഭഗവാന്റെ ചിലമ്പൂലിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് പല ബീജമന്ത്രങ്ങളാണ്. നമുക്കറിയാം രം എന്ന് പറഞ്ഞ അഗ്നിബീജമാണ്. അപ്പൊ ഇത് ഒരു അഗ്നിബീജം. അതുപോലെ തന്നെ ശരവണ ഭവ, ശരഹണ ഭവ എന്നൊക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത്. അതായത് ചില മന്ത്രങ്ങളെ റിവീൽ ചെയ്യാതിരിക്കാനും. പിന്നെ തമിഴില് പൊതുവെ നമുക്കറിയാലോ, മലയാളവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില വാക്കുകൾ ഇപ്പൊ ക, ഗ ഇതിനെല്ലാം ഒരേ ലെറ്ററാണ് തമിഴിലുള്ളത്. അപ്പൊ ആ ഉച്ചാരണത്തിലാണ് വ്യത്യാസം വരിക. മലയാളികൾക്ക് ആണ് ഒരുപാട് അക്ഷരങ്ങളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് അതിനകത്ത് മാറിയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക.
അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുറത്തേക്ക് റിവീൽ ചെയ്യപ്പെടേണ്ട, ഇത് ഇങ്ങനെ ചൊല്ലിയാൽ മതി, അപ്പൊ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഫലം കിട്ടും എന്നുള്ളത് കൊണ്ടും, പിന്നെ ഈ സൗണ്ടിന്റെ ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജിയെ നന്നായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് വരും. ശരിക്കും ഇത് നമ്മൾ ചൊല്ലുന്ന ചിലർക്ക് കേൾക്കുമ്പോൾ ഒരു ചിലപ്പോൾ ചിരി വരും. ഡുഡു 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 ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ട്. അത് ആക്ച്വലി ഭഗവാന്റെ കാൽച്ചിലമ്പുകളെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കാൽച്ചിലമ്പലി കേട്ടു എന്നാണ്. അപ്പൊ അദ്ദേഹം ആ ലൈൻസ് ഒക്കെ കൊടുത്തു, ആ നാദം. അപ്പൊ ഈ ശബ്ദമെല്ലാം നമ്മളുടെ ഉള്ളിലും പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കും. ഈ ശബ്ദത്തിന്റെ എനർജി നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തുള്ള രഹസ്യങ്ങളുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പറയാണ്, ഇപ്പോ വലിയൊരു സ്റ്റേഡിയത്തില് ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ അവിടെ പോയി ചുമ്മാ നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു 3 ലൈനേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? അത് കേട്ട് കഴിഞ്ഞതും ആൾക്കാർ പലരും ചിന്തിച്ച് ഓടാൻ തുടങ്ങും, അല്ലെ? വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു 3 വാക്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അത് ഉണ്ടാക്കുന്ന അർത്ഥവും ഇമ്പാക്റ്റും വളരെ അധികം വലുതാണ്, വിചാരിക്കുന്നതിന് അപ്പുറമാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ സ്കന്ദഷഷ്ടി കവചത്തിലെ ആണെങ്കിലും വാക്കുകൾക്ക് വളരെയധികം പവർ ഉണ്ട്. അത് നമുക്ക് അത് ചൊല്ലുമ്പോൾ തന്നെ ഏറ്റവും, അത് പലരുടെ അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ ചില ഫോറംസ് ഉണ്ട്, കോയമ്പത്തൂർ അല്ലെങ്കിൽ ചെന്നൈയിലെ ഡിവോട്ടീസിന്റെ ഫോറമിലൊക്കെ അവരിങ്ങനെ കാണാം, ഈ ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ വല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള, മെന്റൽ ഡിപ്രഷൻ ഉള്ളവരൊക്കെ ഇത് കേട്ടിട്ട് ബെഡ് റിട്ടൺ ആയിരിക്കും, അവരിത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കേട്ടുകൊണ്ടേയിരിക്കും. കേട്ട് 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 അതിൽ നിന്ന് റിക്കവർ ആവുന്നത്. അത് 2 രീതിയിലുണ്ട്. ഒന്ന്, അവർക്കൊരു പോസിറ്റിവിറ്റി വരും, നമ്മുടെ മനസ്സാണല്ലോ മെയിൻ. മനസ്സിന് ഇത് നമുക്ക് ഭഗവാൻ പോരാടിയ ഒരാളാണല്ലോ, യുദ്ധം ചെയ്ത ആ ഒരു വീര്യവും അതെല്ലാം നമ്മളിലേക്ക് വരും. അതുപോലെ തന്നെ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നുള്ള ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് കേട്ടാൽ മതിയേ, ആ പോസിറ്റിവിറ്റി നമുക്ക് വരും. ചൊല്ലണമെന്ന് പോലും ഇല്ല, കേട്ടാ മതി. അങ്ങനെ റിക്കവർ ചെയ്ത ഒരുപാട് പേരുടെ ഇത് നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. നമുക്ക് അറിയുന്ന 2-3 പേരുണ്ട് കോയമ്പത്തൂർ ഭാഗത്തുള്ള, അവർ ഡെയിലി അത് ചൊല്ലുന്നവരുമാണ്. ക്യാൻസറിനെ സർവൈവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള നല്ല ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളും നമുക്കുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പം മുരുക ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ പഴനിയാണല്ലോ മുഖ്യ കേന്ദ്രമായിട്ട് പറയുന്നത്, മുഖ്യ ക്ഷേത്രമായിട്ട് പറയുന്നത്. അപ്പൊ പഴനിയിൽ ഈ നവപാഷാണങ്ങൾ കൊണ്ടുള്ള വിഗ്രഹമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ നവപാഷാണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 9 വിഷങ്ങൾ ചേർത്തിട്ട്, അത് 9 വിഷങ്ങൾ കൂടി ചേരുമ്പം അത് ഔഷധമായി മാറുന്നു എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ എത്ര വലിയ രോഗത്തെ മാറ്റാൻ അതിനൊരു കെൽപ്പുണ്ട്, അതിനൊരു വലിയ സിദ്ധിയുണ്ട്. അത് ഈ സിദ്ധരിലൂടെ വളർന്നു വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതിലെ ആ ഭഗവാനെ പിന്നെ എന്താണ്, പിന്നെ ഭഗവാന്റെ ശരീരത്തിലൂടെ പിന്നെ എന്താണ് ഈ വരുന്ന ജലം, അഭിഷേകം ചെയ്തിട്ടുള്ള ജലത്തിന് പോലും വലിയ പിന്നെ എന്താണ് ഈ പറയുന്ന ഔഷധ ഗുണമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതും ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഭഗവാൻ ഒരു വൈദ്യസങ്കല്പത്തിൽ ഒരു വലിയ ഒരു മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വൈദ്യസങ്കല്പത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ദേവതാ സങ്കല്പമായിട്ട് നമുക്ക് കാണാം, അല്ലെ? തീർച്ചയായിട്ടും. പഴനിയെ പറ്റിയിട്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ഇപ്പൊ പല ഇത് പ്രകാരം പഴനിയെ പറ്റിയിട്ട് എല്ലാം അറിയാം, അല്ലെ? എല്ലാവർക്കും അറിയാം. അപ്പൊ പഴനിയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. നവപാഷാണങ്ങൾ ചേർത്തത് കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ട്. രോഗത്തിനും ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശക്തിക്കുള്ളതായ കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ നന്നായിട്ട് ഉണ്ട് പഴനിയിലെ. പിന്നെ ഇതിൽ ഒരു ആഡ് ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴനിയുടെ താഴെയുള്ള തിരുവാവിനൻകുടി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്, പഴനി മലയുടെ താഴെ. അപ്പൊ ആ അമ്പലമാണ്, ആ ക്ഷേത്രമാണ് പണ്ട് നക്കീരൻ എന്ന് പറയുന്ന ഒരു കവിയുടെ, ഏകദേശം കുറെ നൂറ്റാണ്ട് മുമ്പുള്ളതാണ് കേട്ടോ ഇദ്ദേഹം, ഈ നക്കീരൻ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ തിരുമുറുക ആറ്റുപടൈ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അതിലാണ് ഈ പടൈ വീടുകളെ പറ്റിയിട്ട് പറയുന്നത്. അതിൽ പറയുന്നത് തിരുവാവിനൻകുടിയാണ്, പഴനി മലയോ അതുമായിട്ടോ അതൊന്നുമല്ല. പടൈവീടാടി തിരുവാവിനൻകുടിയാണ് പറയുന്നത്. നമ്മള് പഴനിക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം, വലിയൊരു മതിലൊക്കെ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മയിലിന്റെ മേലെ ഇരിക്കുന്ന രീതിയിലുള്ള വേലായുധ സ്വാമിയായിട്ടാണ് നമുക്ക് കാണാം. മയിലിന്റെ മേലെ ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പം. ബാക്കി പഴനിയിൽ പോകുമ്പോൾ മുകളിൽ നമുക്കറിയാലോ, ദണ്ഡപാണിയായിട്ടും അല്ലെങ്കിൽ രാജാലങ്കാരം ഒക്കെ ധരിച്ചും ഒക്കെ അലങ്കാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ദണ്ഡപാണിയായി കൗബീനം ഉടുത്ത് നിൽക്കുന്ന ഒരു ഗുരുഭാവമാണ് അവിടെ ഭഗവാനുള്ളത്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു യുവ കോമളനാണ്, ബാലനായിട്ടും ഉണ്ട്, കുളന്തൈ വേലനാണെന്നും പറയുന്നുണ്ട്, അതുപോലെ യുവാവാണെന്നും പറയുന്നുണ്ട്. 2 രീതിയിലും ഉണ്ട്. മയിലിന്റെ മേലെ ഇരിക്കുന്ന ഭാവ. അപ്പൊ ഇവിടെയാണ് നമ്മളിപ്പോ പറഞ്ഞു വരികയാണെങ്കിൽ തിരുപ്പുകഴ് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. തിരുപ്പുകഴും സുബ്രഹ്മണ്യ സ്വാമി ബന്ധപ്പെട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃതിയാണ്. അതിലെ അരുണഗിരിനാഥ സ്വാമികൾക്ക് ജപമാല കൊടുത്ത് ഭഗവാൻ ദീക്ഷ കൊടുത്ത് അനുഗ്രഹിച്ചു. ഒരു ഗുരു ഒരു ശിഷ്യന് നമുക്ക് കൊടുക്കും, മന്ത്രം കൊടുക്കും, ദീക്ഷ ഇത് കൊടുക്കും, ജപമാല കൊടുക്കും, വസ്ത്രമൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കും. ഇതുപോലെ ഭഗവാൻ അരുണഗിരിനാഥർക്ക്
കൊടുത്തു, ജപമാല കൊടുത്ത് അനുഗ്രഹിച്ച സ്ഥലമാണ് തിരുവാവിനൻകുടി എന്നുള്ള ആ ക്ഷേത്രം. അങ്ങനെ ഒരു വലിയൊരു മഹത്വം അതിനകത്തുണ്ട്. പിന്നെ മാത്രമല്ല, തിരു ആവിനൻകുടി എന്ന് പറയാൻ കാരണം അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് ഇങ്ങനെ കാണാം. അതിന്റെ വലതു ഭാഗത്തായിട്ട് അഗ്നിദേവൻ, ലക്ഷ്മി ദേവി, ഭൂമി ദേവി, പിന്നെ സൂര്യദേവൻ, ഇവരെല്ലാം നിൽക്കുന്നുണ്ട്. തിരു എന്ന് വെച്ചാൽ മഹാലക്ഷ്മി, ആവി എന്ന് വെച്ച് കഴിഞ്ഞാല് അഗ്നി, തിരു ആവി ഇനൻ സൂര്യദേവൻ, തിരു ആവി ഇനൻ കുടി എന്ന് വെച്ചാൽ കൂ കൊണ്ട് കാമധേനു, പിന്നെ ഭൂമി ദേവി. അപ്പൊ ഇങ്ങനെ എല്ലാവരെയും ഇവരെല്ലാം ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടെന്ന, അതുകൊണ്ടാണ് തിരു ആവിനൻ കുടി എന്ന ക്ഷേത്രത്തിന്റെ പേര്. ഇതെല്ലാം ഓരോ ദേവതകളെയാണ് സൂചിപ്പിക്കുന്നത്. ലക്ഷ്മി ദേവി, ഭൂമി ദേവി, അഗ്നിദേവൻ, സൂര്യദേവൻ, കാമധേനു. ഇവരെല്ലാം ഭഗവാൻ ആരാധിച്ച ഒരു സ്ഥലമാണത്. പിന്നെ പഴനിയിലെ ഒരു കാര്യം, പഴനിയിൽ നമ്മൾ ഭഗവാനെ അലങ്കാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാണാം കയ്യിലൊരു തത്ത ഉണ്ടാവും, ഒരു ദണ്ഡും. ആ തത്ത അരുണഗിരിനാഥര് എന്നാണ് പറയുന്നത് വിശ്വാസം. ഇപ്പം ഈ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ സ്കന്ദഷഷ്ടിയിലേക്ക് വന്ന അല്ലെങ്കിൽ ആ കവചത്തിലേക്ക് വരുമ്പോൾ അതിലേക്ക് എങ്ങനെ എത്തി, എങ്ങനെ തോന്നി അത്? കാരണം മനസ്സിൽ എന്തെങ്കിലും ഇത് വന്നു, ഇത് എഴുതണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇല്ല, എന്തുകൊണ്ട് എഴുതിയതാണോ? അതിനെന്തായിരുന്നു അതിന് കാരണമായിട്ടുള്ള ആ ഒരു സംഭവം എന്തായിരുന്നു? അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്ക് ഇങ്ങനെ ഭഗവാനെ പറ്റിയിട്ടുള്ള തമിഴിലുള്ള സംഭവങ്ങൾ മലയാളികൾക്ക് അറിയുന്നില്ല. അപ്പൊ അറിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട്. അത്ര ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരുപാട് പേര് അതിന് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഭക്തന്മാര് വളരെ നല്ലതാണ്, നന്നായിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ആ ഒരു എൻകറേജ്മെന്റിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പൊ അതിൽ ഈ സ്കന്ദഷഷ്ടി കവചം നമ്മൾ ചൊല്ലാറുണ്ട്, ഇടയ്ക്ക് ചൊല്ലുന്നതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈ അഗ്രഹാരങ്ങളിലൊക്കെ, പാലക്കാടാണ് എൻ്റെ നാട്, അപ്പൊ അവിടെയുള്ള അഗ്രഹാരങ്ങളിലൊക്കെ നമുക്ക് അവരൊക്കെ മാമിമാരും പ്രായമായിട്ടുള്ള ചില മാമിമാരൊക്കെ, അവരൊക്കെ എപ്പോഴും ഇത് ചൊല്ലുന്നതും അർത്ഥമൊക്കെ അറിയാം അവർക്ക്, തമിഴൊക്കെ. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചും പലതും ഇതിനെപ്പറ്റി മനസ്സിലായി, അർത്ഥങ്ങളൊക്കെ തിരുപ്പുകഴും ഒക്കെ അങ്ങനെയാണ് മനസ്സിലാവുന്നത് കുറെയൊക്കെ, ഒരു ഭാഗം. പിന്നെ നമുക്ക് നെറ്റിലും ഉണ്ട്, നമുക്ക് തമിഴ് കുറച്ചൊക്കെ തമിഴ് നമുക്ക് പാലക്കാടായതുകൊണ്ട് തമിഴ് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെയും റിസർച്ച് ചെയ്തിട്ടും പലരുടെയും കമന്ററീസ് ഒക്കെ കേട്ടിട്ടാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നത്. അപ്പൊ ഇത് അറിയുമ്പോഴാണ് ഇതൊന്നും മലയാളത്തില് പുസ്തകം എന്നൊന്നും ചിന്തിക്കുന്നേ ഇല്ല, പോസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂട്യൂബിൽ ഓൾറെഡി നമ്മളൊരു 10 സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ഇതിനെ പറ്റിയിട്ട് മലയാളത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 മാസം മുന്നേ പഴനിയിൽ പോയ സമയത്ത്, ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് ക്യൂ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ അവിടെ ഭഗവാന്റെ ഓരോ വിഗ്രഹങ്ങളൊക്കെ പുറത്തുണ്ടാവുമല്ലോ, ചുമ്മാ ഭംഗിക്ക് വെച്ചിട്ടുള്ള. അപ്പൊ അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മനസ്സിലിങ്ങനെ തോന്നി, ആ സമയത്ത് തോന്നിയത് രാജമുരുകനായിട്ടുള്ള ഭഗവാന്റെ ഒരു ഇത് ഫോട്ടോ കണ്ടു ഇങ്ങനെ നോക്കിയ സമയത്ത് തോന്നി, ഇങ്ങനെ ഇതൊന്ന് ചെയ്തുകൂടെ എന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നി. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തോന്നലാവാം, അങ്ങനെ തോന്നി. അത് ഞാൻ ഓക്കെ നോക്കാം എന്ന് പറഞ്ഞ് അത് വിട്ടു. പിന്നീട് വന്ന് 2 ദിവസം കഴിഞ്ഞ സമയത്ത് ഈ തിരുപ്പുകഴ് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് കാരണം നമുക്കൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും തിരുപ്പുകഴുമായിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെയാണ് തിരുപ്പുകളിൽ ഒരു 18 തിരുപ്പുകൾ ഇറങ്ങിയ ചെറിയൊരു പുസ്തകം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ്, രഞ്ജിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, മലപ്പുറത്താണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇനീഷ്യേറ്റീവിലാണ് ഒരു 18 തിരുപ്പുകളുള്ള ഒരു പുസ്തകം അദ്ദേഹം ചെയ്തു. അപ്പൊ ഇത് ഞാൻ വാങ്ങി, അങ്ങനെ പരിചയമായിരുന്നു. പിന്നെ ഇതിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് വളരെ ഒരു സമാന മൈൻഡ് ഉള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു സൗഹൃദമുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇടയ്ക്ക് സംസാരിക്കാറുമുണ്ട്. അപ്പൊ അങ്ങനെ പോയി വന്ന് നെക്സ്റ്റ് ഡേ അദ്ദേഹം എന്തോ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു, കാരണം നമുക്ക് ഈ തിരുപ്പുകഴിനെ കുറച്ചുകൂടെ അർത്ഥമുള്ള ഒരു ബുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് അത് ചെയ്യാം, നമുക്ക് നോക്കാം എന്നുള്ള രീതി പറഞ്ഞപ്പോഴേക്കും സ്കന്ദഷഷ്ടി കവചം ഒന്ന് ആദ്യം ചെയ്താലോ എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കാം. അപ്പൊ ഞാൻ അത് ഭഗവാന്റെ ഒരു മെസ്സേജ് ആയിട്ട് കാണുന്നു. തോന്നിയല്ലോ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, റിവീൽ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇദ്ദേഹം ഇങ്ങോട്ട്, ഞങ്ങൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. ഇദ്ദേഹം ചോദിച്ചു നമുക്കൊന്ന് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ വിചാരിച്ചു എന്തായാലും ചെയ്യാം, കാരണം ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ചെയ്തതല്ലേ, അതിനങ്ങ് എഴുതിയെടുക്കേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ ഒരു 3-4 ദിവസം കൊണ്ടെല്ലാം അത് ചെയ്തു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. പിന്നെ അദ്ദേഹമാണ് ബാക്കി അതിന്റെ DTP ആക്കുന്നതും ബാക്കി കവർ ഡിസൈനും എല്ലാം ലേഔട്ടും എല്ലാം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതെല്ലാം ചെയ്ത് അവസാനം നമുക്കൊരു ഇതായി കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റ് കോപ്പി ആയിട്ട് മാത്രം വന്നിട്ടുണ്ട്. ഹാർഡ് കോപ്പി അടുത്ത ആഴ്ച കിട്ടും. പ്രീ ബുക്കിംഗ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 3 ദിവസം കൊണ്ടാണ് 200 പേരോളം വന്നിട്ടുണ്ട് അത്. അപ്പൊ അങ്ങനെ
മാത്രമല്ല മലയാളത്തിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു പലരും ഇപ്പോൾ ഇനി തൈപ്പൂയം വരുന്നുണ്ട് ഫെബ്രുവരി 1-ന്. അപ്പൊ ഒരുപാട് പേര് അതിനൊക്കെ ആയിട്ട് അതിന് മുന്നേ ജപിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവാമായിരിക്കാം. അപ്പൊ ശരിക്കും അങ്ങനെയാണ്. പിന്നെ ഇത് ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ പലരും വാങ്ങിക്കുന്നവർ പലരും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വളരെ ബ്ലസ്ഡ് ആണ്, വളരെ അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മളൊരു നിമിത്തം മാത്രം, ഭഗവാൻ നിശ്ചയിക്കുന്നു, അത് നടക്കുന്നു, അങ്ങനെ മനസ്സിലാക്കുന്നു.